ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഹോസ്പിറ്റലിലേക്ക് പോയിട്ടിപ്പോ കാര്യം ഉണ്ടാവില്ല. അതെന്താ? ഞാൻ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അനുപേടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തൊക്കെയാ മാഷേ ഇത്? പകരം സന്ധ്യയെ കാണുമ്പോ അവള് പേടിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അതെന്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്തിരിക്കും. ഒരു തവണ നമ്മളിത് ക്ഷമിച്ചാൽ അവൾക്ക് ആത്മവിശ്വാസം കൂടും. പിന്നെ എവിടെ കണ്ടാലും അവള് സന്ധ്യ ഉപദ്രവിക്കും. അവളെ പേടിക്കാതെ പിന്നെ സന്ധ്യക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. നല്ല അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. എന്റെ പേര് പറഞ്ഞല്ലേ അവള് സന്ധ്യ ഉപദ്രവിച്ചത്. അപ്പോ അതിനുള്ള മറുപടി ഈ ഞാൻ തന്നെ കൊടുത്തോളാം. ആമണിമോൾ എപ്പോഴാ വരുന്നത്? സ്കൂള് വിട്ട് വരുമ്പോ 4:30 ഇടയ്ക്ക് കുറച്ച് ദിവസം അനൂപേട്ടൻ കൊണ്ടുവിട്ടോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ വീണ്ടും സ്കൂൾ ബസ്സിലായി. അതല്ലേ നല്ലത്. അതാവുമ്പോ കൂട്ടുകാരുടെ കൂടെയൊക്കെ ചിരിച്ച് സന്തോഷിച്ച് പോകാമല്ലോ. കൊണ്ടുവിടുന്ന ബുദ്ധിമുട്ട് നമുക്കുമില്ല. ചില ദിവസങ്ങളിൽ അനൂപ് പോകാൻ ലേറ്റാകും. അപ്പോ ആവണി മോളുടെ സ്കൂളിന്റെ സമയം തെറ്റും. അതുകൊണ്ട് സ്കൂൾ ബസ്സാ നല്ലതെന്ന് ഞാനാ പറഞ്ഞത്. ആ മോളെ, ഇനി എന്നാ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോണ്ടത്? ഉടനെ പോയി കാണണം. ആ, എത്ര നാളത്തെ പ്രാർത്ഥനയ്ക്ക് വഴിപാടിന് ശേഷമാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷം വന്നത്. അച്ഛമ്മള് കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ. കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അത് പറ്റില്ല. നെല്ലിശ്ശേരിയിൽ ഞാനില്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യവും നടക്കില്ല. പ്രത്യേകിച്ച് അച്ഛന്റെ കാര്യം. അച്ഛന്റെ എല്ലാ ചിട്ടയും തെറ്റും. അത് ശരിയാ. ഇവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സേതുവാ. ആൺകുഞ്ഞായിരിക്കുമെന്ന് ഇന്ന് രാവിലെ ഫോൺ വിളിച്ചപ്പോ കൂടി പറഞ്ഞു. അത് ശരി. അതിനിടയില് മുത്തശ്ശന്മാർ രണ്ടുപേരും കൂടി അങ്ങ് തീരുമാനിച്ചോ? കൊച്ചുമക്കളുടെ കാര്യല്ലേ, തീരുമാനിച്ചോട്ടെ. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്കൊരുപോലെ തന്നെ. ഓഹോ, നെല്ലിശ്ശേരിയിൽ ഇപ്പോ ഉള്ളത് 2 പെൺകുഞ്ഞുങ്ങളല്ലേ? ഇവിടെ ഉള്ളതും പെൺകുഞ്ഞ്. അപ്പോൾ ഇനി ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് കൊള്ളാം, നല്ല ആഗ്രഹം തന്നെ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാ? ഹലോ, അനൂപേട്ടന്റെ വൈഫ് മീര ചേച്ചിയല്ലേ? ആ അതെ, ആരാ? ചേച്ചി, അനൂപേട്ടന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫാ ഞാൻ. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാവരും ഉണ്ട്. എന്താ കാര്യമെന്ന് പറയൂ. ചേച്ചി, ടെൻഷൻ അടിക്കരുത്, ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്. എന്താ? അനൂപേട്ടൻ എവിടെ? അനൂപേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അയ്യോ, ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അനൂപേട്ടൻ എന്തു പറ്റി? അനൂപേട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഹലോ, ഹലോ. അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? എന്താ മീരെ, അനൂപാണ് ഇപ്പൊ വിളിച്ചത്. ഹലോ. എടുത്തി, എന്താ എടുത്തി പറ്റിയേ? ഫോണിങ് തന്നെ. നിങ്ങൾ ആരാ? മീരെ, എന്താ പറഞ്ഞത്? അമ്മേ, അമ്മേ, അനുപേട്ടന് എന്തേലും പറ്റോ? എന്താ അനുപന്? ആരാ നിന്നെ വിളിച്ചത്? നീ ബഹളം വയ്ക്കാതെ അർച്ചന സംസാരിക്കട്ടെ. എന്താ വിവരം അറിയട്ടെ. എന്ത് പറ്റിയതാണോ? അവൻ അപകടം പറ്റിയെന്ന് പറഞ്ഞു കേട്ടില്ലേ?
ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ആ ശരി. അർച്ചനെ അർച്ചനെ, എടുത്തേ. എനിക്ക് എന്റെ അനുപേട്ടനെ ഇപ്പൊ കാണണം. അനുപേട്ടന് എന്താ പറ്റിയേ? അർച്ചന, താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. അനുപേട്ടൻ എന്താ സംഭവിച്ചത്? ആ പയ്യൻ പറഞ്ഞ ശരിയാ, ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ അനുപേട്ടൻ. പക്ഷേ നിങ്ങളാരും ടെൻഷൻ ആവണ്ട. അപകടം പറ്റിയത് അനുപേട്ടനല്ല. പിന്നെ താനൊന്ന് വിശദമായിട്ട് പറയണോ? അത് അനുപേട്ട ബൈക്കിൽ വരുമ്പോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ബൈക്കിന് കുറുകെ ചാടി. അപ്രതീക്ഷിതമായിട്ട് എടുത്ത് ചാടിയതുകൊണ്ട് അനുപേട്ടന് വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയില്ല. ആ പെൺകുട്ടിയെ വണ്ടി ഇടിച്ചു. ഈശ്വര, കുറച്ച് സീരിയസാ. എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മോനെ സച്ചി, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാം. അവനോട് ഒറ്റയ്ക്കല്ലേ? ഹോസ്പിറ്റലിലേക്ക് പോയിട്ടിപ്പോ കാര്യം ഉണ്ടാവില്ല. അതെന്താ? ഞാൻ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അനുപേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈശ്വര, എന്തൊക്കെയാ മാഷേ ഇത്? പോലീസ് അനുപേട്ടനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്റെ അനുപേട്ടനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. മോളെ, എന്താ മോനെ ഇപ്പൊ ചെയ്യുന്നത്? നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? അതെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോവാം. അനുപേട്ടനെ കൊണ്ടേ ഞാൻ വരൂ. സച്ചേട്ടാ, ഞാൻ വരണോ? ഏയ് വേണ്ട, ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഇപ്പൊ ചെന്ന് കയറാൻ പറ്റില്ല. ആരാ എന്താണെന്നറിയാതെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറിയാ അത് കൂടുതൽ പ്രശ്നങ്ങളാവും. എന്തായാലും പോലീസ് ഇടപെട്ടല്ലോ, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ആദ്യം അനുപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സച്ചി, അനുപേട്ടനൊന്നും പറ്റല്ലേ? എന്ത് പറ്റാൻ? വാഹനങ്ങൾ ഓടിക്കുമ്പോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതിനെ ഫേസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഏതായാലും അനുപേട്ടന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അനുപേട്ടനെ കൊണ്ടേ ഞാൻ വരൂ. അമ്മേ, ഒന്നുമില്ല മോള്. മീരടുത്തി കരയാതെ, അനുപേട്ടനൊന്നും സംഭവിക്കില്ല. എന്റെ അനുപേട്ടൻ. എഴുതി വിഷമിക്കല്ലേ.